സാന്തനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് മീനാക്ഷിയുടെ ഓഫീസ്. മീനാക്ഷിയുടെ ഓഫീസിലേക്ക് മീനാക്ഷി കയറി ചെല്ലുമ്പോൾ കൂട്ടുകാരികളെല്ലാവരും സഹപ്രവർത്തകരുണ്ടോ എല്ലാവരും ആദ്യം കൈ കൊട്ടുന്നുണ്ട്. കൈയടിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഇവളെ ധൈര്യം സമ്മതിക്കണം, സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ച് നേരെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. ഭർത്താവിൻ്റെ അവിടെ ചെന്നപ്പോൾ അവിടെയും പ്രശ്നം. പിറ്റേ ദിവസം ഓഫീസിലേക്ക് ഇവളെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുന്നുണ്ട്. എടി, നിനക്ക് വേണ്ടി എത്ര നല്ല ആലോചനകൾ ഞങ്ങൾ കൊണ്ടുവന്ന്, ബിസിനസ്സുകാരനും ഗവൺമെൻറ് ജോലിക്കാരനും അങ്ങനെ എന്തെല്ലാം. എന്നിട്ട് നിനക്ക് കിട്ടിയത് വെറും ഒരു പലചരക്ക് കടക്കാരനെന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഞാൻ സ്നേഹിച്ചത് പലചരക്ക് കടക്കാരനല്ല, ആകാശ് എന്നൊരു ചെറുപ്പക്കാരനെ. പിന്നെ വീട്ടിലെ സമ്മർദ്ദം കൊണ്ട് ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിക്കേണ്ടി വന്നു. എൻ്റെ അമ്മായിച്ചനും അമ്മായിയും, അതായത് അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞത് നിന്ന് പോകണ്ട, നിന്നെ കണ്ട് കൊതി തീർന്നിട്ടില്ല എന്ന്. പക്ഷേ എനിക്ക് ഓഫീസ് വലുതാണ്, അതുകൊണ്ട് തന്നെ ജോലിയും വേണം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് പോകുന്നത്. പിന്നെ നാളെ നിങ്ങൾ ആരും ഭക്ഷണം കൊണ്ടുവരണ്ട, നിങ്ങൾക്കുള്ള ചിലവ് എൻ്റെ വക, ബിരിയാണി വാങ്ങിത്തരാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾപ്പോൾ എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഒരു പ്യൂൺ വന്നു കഴിഞ്ഞിട്ട് മീനാക്ഷിയോട് പറയുന്നുണ്ട്, മീനാക്ഷി കൃഷ്ണമംഗലത്തുകാരുടെ ബില്ല് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ്. കൃഷ്ണമംഗലം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് മീനാക്ഷി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കൃഷ്ണമംഗലം ട്രസ്റ്റ് എന്തായാലും ആ മീനാക്ഷിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ആരാണെന്ന്. എന്തായാലും നല്ല പരിചയമുള്ളൊരു വീട്ടുപേരിടുന്നുള്ള കാര്യം മീനാക്ഷിക്ക് മനസ്സിലായി. പിന്നെ കാണിക്കുന്നത് ഗോമതി പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഗോമതിയുടെ പിറന്നാൾ ആഘോഷിച്ചത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും, ആര്യനെ ആകാശ് കല്യാണം കഴിച്ച് വന്നതും ആര്യനെ പുറത്താക്കുന്നതുമായുള്ള എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോമതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലേട്ടൻ വരുന്നുണ്ട്. ബാലൻ വരുമ്പോൾ എന്താ ഈ നേരത്ത് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. നിന്നോട് സത്യം പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആര്യൻ്റെ കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കട്ടെ. അപ്പം ഗോമതി ഇല്ല എന്ന് പറയും. അങ്ങനെ ബാലൻ ഭക്ഷണം ഭക്ഷണം ഹോട്ടലിൽ നിന്ന് ഒരു ചോറുപൊതി വാങ്ങിക്കൊണ്ട് വന്ന് ഗോമതിക്ക് വാരി കൊടുക്കുന്നുണ്ട്. ഗോമതി ആര്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് കേട്ട ഭാവം പോലും ബാലൻ വയ്ക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് മിത്രയുടെ മുടി മുത്തശ്ശി ഇരുന്നുണ്ട്. മുത്തശ്ശിക്ക് എൻ്റെ മുടി ഇരുമ്പോൾ എന്ത് സുഖമാണ് കിട്ടുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ മിത്ര ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നത്, നീ ഒരു മുത്തശ്ശി ആകുമ്പോഴോ അതിൻ്റെ സുഖം അറിയുള്ളൂ എന്നപ്പോൾ എനിക്ക് മുത്തശ്ശി ഒന്നും ആവണ്ട, എനിക്ക് എന്ന് ഇതേപോലെ തന്നെ മിത്രയായി ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി മോളും കൂടെ കളിച്ച് ചിരിച്ചിരിക്കും. ആ സമയത്ത് നമ്മുടെ ഗോമതി ചൂലെടുത്ത് മുറ്റടിക്കാൻ വരുന്നുണ്ട്. അപ്പം മീനാക്ഷി അവിടെ വന്ന് പറയുന്നുണ്ട്, അമ്മ ഞാൻ മുറ്റടിക്കാത്തപ്പോൾ എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ടാന്ന് പറയുന്നു. അതിന് മുന്നേ തന്നെ മീനാക്ഷി അവരെ കണ്ടപ്പോൾ അവരെല്ലാവരും കൂടെ ഗോമതിയുടെ നാത്തൂന്മാരും അമ്മയും മിത്ര ഒഴിച്ച് ബാക്കി എല്ലാവരും കൈകൊണ്ടൊക്കെ കാണിക്കും. മീനാക്ഷിയും കൈകൊണ്ട് കാണിക്കും. മീനാക്ഷിയാണ് ആദ്യം അങ്ങോട്ട് പരിചയപ്പെടുന്നത്. അപ്പം എന്തായാലും നല്ല കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മിത്ര പറയുന്നുണ്ട് അത്ര നല്ല കുട്ടിയൊന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഗോമതി വരുന്നുണ്ട്. ഗോമതി വന്ന് ചൂലെടുക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അമ്മേ ഞാൻ മുറ്റടിക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ടാന്ന് പറയുന്നു. അമ്മേ നോക്ക്, അവരെല്ലാവരും നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്, ഞാനും അമ്മയും വഴക്കണെന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് മരുമോളും അമ്മായിമ്മയും കൂട്ടുകാരികളെ പോലെ ആയിരിക്കണം അമ്മയെന്നൊക്കെ പറഞ്ഞു. അമ്മ ഈ അവസരം പാഴാക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അവരെ ഞാൻ ഇതിനു മുന്നേ കാണാൻ തുടങ്ങിയതാണ്, അവർ എത്തിച്ചു നോക്കലൊക്കെ തുടങ്ങിയിട്ട് ഇന്നലെയും തുടങ്ങിയതൊന്നല്ല, നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗോമതിയുടെ അമ്മ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഗോമതി നിന്റെ മരുമോള് ഗവൺമെൻറ് ജോലിക്കാരിയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഗോമതിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇപ്പം മനസ്സിലായില്ലേ ഗോമതിക്ക് കൂടെ ദൈവം ഉണ്ടെന്ന്. മരുമോളെ ഗവൺമെൻറ് ജോലിക്കാരിന് എൻ്റെ മോളു ചൂലെടുത്ത് മുറ്റൊക്കെ ഒന്ന് അടിച്ചേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ മൂലയും മുക്കൊക്കെ നല്ലോണം അടിക്കിട്ട മോളൂ എന്നൊക്കെ പറയുന്നു. കണ്ടാമ്മേ മരുമോള് ഗവൺമെൻറ് ജോലിക്കാരിയാണെങ്കിലും വീട്ടിലെല്ലാം പണിയെടുക്കും മോളൂ. ചില ആൾക്കാർക്കൊക്കെ ഇവിടെ ഭയങ്കര കുശുമ്പാവുന്നുണ്ട്. മിത്രയുടെ നോക്കിയിട്ട് പറയുന്നു. മിത്രയ്ക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അമ്മ മുത്തശ്ശി ഇങ്ങോട്ട് വന്നാൽ എനിക്ക് വിശക്കണം, എനിക്ക് വല്ല എടുത്തു പോയി എന്നപ്പോൾ ഒറ്റടി ഒന്ന് പരിചയപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്താ അത്ര ഇല്ല പരിചയപ്പെടാനൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗോമതി അതെ എൻ്റെ മരുമോളെ സബ് രജിസ്റ്റർ ഓഫീസിലാണ് ജോലി എന്ന് ഗോമതിക്ക് പറയാൻ കിട്ടുന്നില്ല, ആ സ്ഥലത്താണ് ജോലി എന്നൊക്കെ പറഞ്ഞ് ഗോമതി ആകെ കളിക്കുന്നുണ്ട്. ഗോമതിയുടെ ആ ചമ്മലും പറയാൻ കിട്ടാത്തതൊക്കെ കണ്ടിട്ട് നാത്തുമാരൊക്കെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് കയറി വരുമ്പോൾ മീനാക്ഷി കലക്കി അമ്മയെന്ന് പറഞ്ഞാൽ കൈ കൊടുക്കുന്ന പറഞ്ഞപ്പോൾ എനിക്ക് ആരുടെ അഭിനന്ദനം നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് അനുമോളോടാണ് തട്ടിക്കയറുന്നത്. അതെന്തിനാ ഞങ്ങളോട് പറയണതെന്ന് ധർമ്മം ചോദിക്കുന്നുണ്ട്. അതെ അമ്മയ്ക്ക് വിഷമം ആര്യനെ കാണാണ്ടാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ അതിനറിയണമെന്നുണ്ടെങ്കിൽ നീ ഒരു അമ്മയാവണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയൊന്നും ആവണ്ട അമ്മ, ആര്യൻ ഒരു മകനെ കുറിച്ച് ഒരമ്മയ്ക്ക് എന്തെല്ലാം ധാരണകൾ ഉണ്ടെന്നുള്ളതിന് അമ്മയാവണം എന്നൊന്നുമില്ല. അമ്മയ്ക്ക് എന്തുകൊണ്ട് ആര്യനെ പോയി വിളിച്ചുകൂടാന്ന് ചോദിക്കുമ്പോൾ ഞാനോ ബാലേട്ടനെ ധിക്കരിച്ച് അവനോട് നിന്ന് ഇറങ്ങിപ്പോയതല്ലേ,
ആര്യന് വേണമെങ്കിൽ ഇവിടെ നിൽക്കായിരുന്നില്ലേന്ന് നമ്മുടെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്. ഇറങ്ങി പോകാൻ പറയുമ്പോൾ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ധർമ്മനും പറയുന്നുണ്ട്. അതെന്നെ ചേച്ചി, അവനിപ്പോൾ അവിടെ ആഗസ്റ്റ് 15 ആഘോഷിക്കുന്നു, മിഠായിയൊക്കെ മേടിച്ചു കൊടുക്കണ്, അവന് സ്വാതന്ത്ര്യം കിട്ടി, ഈ കുടുംബത്തെ അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ധർമ്മനും മീനാക്ഷിയുടെ ഭാഗം പിടിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കണ്ട, ഞാൻ ആര്യൻ്റെ അടുത്ത് പോയിരുന്നു, ഞാൻ ആര്യനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അത് ഗോമതിക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഗോമതി ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നീ എൻ്റെ മോനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോവാ കണ്ടു. എന്നിട്ട് എന്താ അവൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? അവനെ അമ്മയുടെ സ്വരമല്ല കേൾക്കേണ്ടത്, അമ്മനെ കാണേണ്ടത്. അമ്മനെ കാണണം എന്ന് പറഞ്ഞ് അച്ഛനെ ഇറക്കി വിട്ടാലും അമ്മ എന്തുകൊണ്ട് എന്നെ വിളിക്കാൻ വന്നില്ല, അമ്മയ്ക്ക് വിളിക്കാൻ വരായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് എന്നോട് ചോദിച്ച് അവൻ വിഷമം പറഞ്ഞു. അവൻ ഇന്നലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ധർമ്മൻ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എന്നെ വിളിച്ച് കുഴിമന്തിയും അൽഫാമും ഫ്രൈഡ് റൈസും ഷവർമ്മയൊക്കെ കഴിച്ചെന്നൊക്കെ ഇങ്ങനെ ധർമ്മം മനസ്സിലാലോചിക്കുന്നുണ്ട്. പക്ഷെ ധർമ്മം പറയുന്നൊന്നുമില്ല. അതിനുശേഷം മീനാക്ഷി വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്മ പ്രസവിച്ച മകനല്ലേ, അമ്മയുടെ മടിയിൽ കിടന്നല്ലേ അവൻ വളർന്നത്, അമ്മരെ കൈ പിടിച്ചല്ലേ അവൻ നടന്നത്, അമ്മരെ പാല് കുടിച്ചല്ലേ അവൻ വളർന്നത്, ഇതൊക്കെ സത്യമല്ലേ എന്ന് വെച്ചപ്പോൾ ഗോമതി ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് അച്ഛനെ ധിക്കരിച്ച് അമ്മയ്ക്ക് ആര്യനെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടാ? ഭാര്യ തെറ്റ് ചെയ്താൽ ഭർത്താവിന് ശിക്ഷിക്കാം, ഭർത്താവ് തെറ്റ് ചെയ്താൽ ഭാര്യമാർ ശിക്ഷിക്കാൻ പാടില്ലല്ലേ? ഇത് എവിടുത്തെ നിയമമാണ് അമ്മേ? ഇതൊക്കെ അമ്മ ഉണ്ടാക്കി വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാലനെ പറ്റി സ്നേഹത്തോടുള്ള കുറ്റങ്ങൾ, ബാലന്റെ കുറവുകളൊക്കെ മീനാക്ഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആര്യന് വേണ്ടിയാണ് അതൊക്കെ പറയുന്നത്. അങ്ങനെ ഗോമതിക്ക് ഇങ്ങനെ ഭയങ്കര ധൈര്യമാണ് വരുന്നത്. എൻ്റെ മോൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതെ അമ്മ ചെന്ന് വിളിച്ചാൽ അവൻ വരുന്ന എന്നോട് തീർത്ത് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി കുറച്ചും കൂടെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ആര്യനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഗോമതിക്ക് വലിയ ധൈര്യമാവുന്നുണ്ട്. എന്തായാലും ബാലേട്ടൻ അങ്ങനെ ചെയ്യില്ല, അപ്പം പിന്നെ ബാലേട്ടനെ ധിക്കരിക്കാതെ വേറെ നിവർത്തിയില്ല എന്നൊക്കെ ഇങ്ങനെ ഗോമതി ഇങ്ങനെ ആലോചിക്കുന്നു. ധൈര്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മീനാക്ഷി അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആര്യനെ വിളിക്കാനുള്ള തീരുമാനം ഗോമതിക്ക് ധൈര്യം വരുന്നുണ്ട്. അങ്ങനെ ഗോമതി ആര്യനെ വിളിക്കാൻ പോകും എന്നുള്ളൊരു തീർച്ചയോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.